നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ വാഹനത്തിൻ്റെ പേരിൽ ക്യാമറ അല്ലെങ്കിൽ AI ക്യാമറ ഫൈൻ വന്നിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക എന്നുള്ളതും, ഇനി ഫൈൻ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് ഓൺലൈനായിട്ട് അടയ്ക്കുക എന്നുള്ളതുമാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാനായി നമ്മൾ പ്രവേശിക്കേണ്ട സൈറ്റ് പരിവാഹൻ.gov.in എന്നുള്ള സൈറ്റാണ്. സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സൈറ്റിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അതിൽ ഓൺലൈൻ സർവീസസ് എന്നുള്ള ടാബിൻ്റെ താഴെയായി കാണുന്ന ഈ ചലാൻ എന്നുള്ള ഓപ്ഷനാണ് തിരഞ്ഞെടുക്കേണ്ടത്. ആ ഓപ്ഷൻ തിരഞ്ഞെടുത്തതിന് ശേഷം മുകളിലായി കാണുന്ന പേ ഓൺലൈൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളൊരു പുതിയ ഇൻ്റർഫേസിലേക്ക് പോകുന്നതായി കാണാം. ഇവിടെ ചലാൻ നമ്പർ, വെഹിക്കിൾ നമ്പർ, DL നമ്പർ 3 ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ വണ്ടിയുടെ പേരിൽ എന്തെങ്കിലും ചലാൻസ് വന്നിട്ടുണ്ടോ എന്നറിയാൻ നമ്മൾ വെഹിക്കിൾ നമ്പർ എന്നുള്ള ഓപ്ഷനിൽ സെലക്ട് ചെയ്യുക. താഴെയായി കാണുന്ന കോളത്ത് വണ്ടിയുടെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ താഴെയുള്ള ക്യാപ്ച കോഡും ടൈപ്പ് ചെയ്തതിന് ശേഷം ഗെറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചലാൻ നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോക്സാണ് ഓപ്പണായി വരുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ വണ്ടിയുടെ പേരിൽ ഇതുവരെ യാതൊരുവിധ ചലാനും വന്നിട്ടില്ല. എന്തെങ്കിലും ചലാൻ വന്നിട്ടുണ്ടെങ്കിൽ അതവിടെ കാണിക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ചലാൻ വന്ന ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ നോക്കാം. അതിനായി മുമ്പ് ചെയ്തതുപോലെ തന്നെ നമ്മൾ സൈറ്റിലേക്ക് പ്രവേശിക്കുക, വണ്ടിയുടെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, താഴെയുള്ള ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്ത് ഗെറ്റ് ഡീറ്റെയിൽ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ വണ്ടിയുടെ പേരിൽ എന്തെങ്കിലും ചലാൻ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ വണ്ടിയുമായി രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിട്ട് കാണാം. ആ OTP നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്ത് താഴെയുള്ള സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ചലാനുകളാണ് വന്നിട്ടുള്ളത് അതെല്ലാം താഴേക്ക് ഡിസ്പ്ലേ ചെയ്യുന്നതായിട്ട് കാണാം. ഇവിടെ ഈ ഡിസ്പോസ്ഡ് എന്ന് പറഞ്ഞു കാണിച്ചിരിക്കുന്ന എല്ലാ ചലാനുകളും ഓൾറെഡി അടച്ചു കഴിഞ്ഞ ചലാനുകളാണ്. അടയ്ക്കാൻ ബാക്കിയുള്ള ചലാനുകളാണെങ്കിൽ താഴെ പെൻഡിങ് എന്നും അതിൻ്റെ നേരെയായി പേ നൗ എന്നുള്ളൊരു ബട്ടണും വരുന്നതായിട്ട് കാണാം. ഇവിടെ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ചലാൻ എന്നുള്ളത്, എന്താണ് കേസ് എന്നുള്ളതും ക്യാമറയുടെ ഫോട്ടോസും ഡീറ്റെയിൽസും ഉള്ള PDF കാണാൻ സാധിക്കും. ഇവിടെ പേ നൗ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പുതിയൊരു പേജിലേക്ക് പോകുന്നതായി കാണാം. അവിടെ ട്രഷറി സെലക്ട് ചെയ്യുക. ആക്സെപ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷനിൽ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ബട്ടണിൽ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയൊരു പേജിലേക്ക് പോകുന്നതായി കാണാം. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് പേയ്മെൻറ്റ് ചെയ്യാനായി. UPI ഓപ്ഷൻസും ഓൺലൈൻ ബാങ്കിങ് ഓപ്ഷൻസും എല്ലാം ഉണ്ട്. അതിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പേയ്മെൻറ്റിൻ്റെ റെസിപ്റ്റ് പ്രിൻറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടുന്നതാണ്. ഇവിടെ ചലാൻ പേയ്മെൻറ്റ് ഹാസ് ബീൻ റിസീവ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണാം. ആ പേജിൻ്റെ താഴെയായി പ്രിൻറ്റ് യുവർ ചലാൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചലാൻ കിട്ടുന്നതാണ്. അത് നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാവുന്നതുമാണ്. ഇനി ഇതല്ലാതെ നിങ്ങളുടെ വാഹനത്തിൻ്റെ പേരിൽ ചലാൻ ക്രിയേറ്റ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഫൈൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മൊബൈലിൽ വല്ല മെസ്സേജ് വരികയോ ഇനിയല്ല നിങ്ങൾക്ക് വീട്ടിലേക്ക് ഈ ചലാൻ്റെ പേപ്പർ വരികയോ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ചലാൻ എങ്ങനെയാണ് അടയ്ക്കുക എന്നുള്ളത് നോക്കാം. നമ്മൾ ആദ്യം എടുത്ത ആ പേജിൽ ചലാൻ നമ്പർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ് വേണ്ടത്. താഴെയുള്ള ബോക്സിൽ ആ ഒരു പെർട്ടിക്കുലർ ചലാൻ നമ്പർ മെസ്സേജിലുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്ന പേപ്പറിലുള്ളതോ ആയ ചലാൻ നമ്പർ ടൈപ്പ് ചെയ്യുക. താഴെയുള്ള ക്യാപ്ച കോഡും ടൈപ്പ് ചെയ്ത് ഗെറ്റ് ഡീറ്റെയിൽ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മുമ്പ് വന്നിരുന്നത് പോലെ തന്നെ നിങ്ങളുടെ വാഹനവുമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിൽ ഒരു OTP വരുന്നതായി കാണാം. ആ OTP അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം സബ്മിറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ചലാൻ്റെ ഡീറ്റെയിൽ മാത്രം താഴേക്ക് വരുന്നതായി കാണാം. അടച്ചു കഴിഞ്ഞതാണെങ്കിൽ അവിടെ ഡിസ്പോസ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കും. ഇല്ല, അടയ്ക്കാനുള്ളതാണെങ്കിൽ പെൻഡിങ് എന്നായിരിക്കും. ഇവിടെ ചലാൻ പ്രിൻ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ചലാൻ്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ പേ നൗ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മുമ്പ് ചെയ്തതുപോലെ തന്നെ ഈ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒന്നുകിൽ നിങ്ങളുടെ ചലാൻ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുക അല്ലെങ്കിൽ പ്രിൻ്റ് ചെയ്ത് കയ്യിൽ സൂക്ഷിക്കുകയോ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓൺലൈനായിട്ട് നമ്മുടെ വാഹനത്തിൻ്റെ പേരിൽ എന്തെങ്കിലും ചലാനുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതും അടയ്ക്കുന്നതുമായിട്ടുള്ള രീതി. വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഉടൻ തന്നെ കാണാം.